എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന കാണിച്ചു തരാം. എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാ തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും. ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ ഇത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്, ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാടി എനിക്ക് ഫിറോസ് ഖാൻ റസൂൽ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ്. സജിന എന്ന് പറഞ്ഞ സ്ത്രീയുടെ ചെറുപ്പം മുതലുള്ള ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഫിറോസ് ഖാൻ്റെ ഒരു പോസ്റ്റിൽ കൂടെ, വീഡിയോയിൽ കൂടെ വളരെ മോശപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. അവരാദ്യം 17 വയസ്സായപ്പം വിവാഹം കഴിച്ചു. അന്യമതസ്ഥൻ്റെ കൂടെ വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചു. അതിനുശേഷം ആ ഒരു ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായി. അതും തല്ലിപ്പിരിഞ്ഞു. രണ്ടാമത് ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ മനുഷ്യനുമായിട്ട് വിവാഹം കഴിച്ചു. അതിലും ഒരു കുട്ടിയുണ്ടായി. ആ ഒരു ബന്ധവും മുമ്പോട്ട് കൊണ്ടുപോയില്ല. അതും കുറേ പ്രശ്നങ്ങളായി. അതിനിടയിൽ തന്നെ പലവിധ അവിഹിതങ്ങൾ പല തവണ ഈ സജിന എന്ന് പറയുന്ന യുവതിയെ ഒളിച്ചോടി. അതുപോലെ തന്നെ പലരുമായിട്ട് അടുപ്പം. ഇപ്പം ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത, റസൂൽ പൂക്കുറ്റി, നമ്മുടെ മലയാളത്തിൻ്റെ ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുറ്റിയുമായിട്ട് അവിഹിതം, അതിനെ തുടർന്ന് പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു വാർത്തയും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറോസ് ഖാനും ഈ സജിനയും തമ്മിൽ ഒരിടയ്ക്ക് ചെളിവാരി എറിയലായിരുന്നു. ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കഴിഞ്ഞിടയ്ക്ക് സജിന റസൂൽ പൂക്കുറ്റിയായിട്ടുള്ള ഫോട്ടോയും അതുപോലെ തന്നെ 9 ആഴ്ച പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു പോസ്റ്റും കൂടി ഇട്ടു. അത് ആരോ ഹാക്ക് ചെയ്ത് ഇട്ടതാണോ എന്നും പറഞ്ഞാണ്ട് അത് കഴിഞ്ഞുള്ളൊരു വിശദീകരണമായി വന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫിറോസ് ഖാൻ സജിനയുടെ മുൻകാല ചരിത്രങ്ങൾ മുഴുവനും പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇതുപോലെ നാറിയ ഒരു കഥകൾ, സജിനയുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ, അതുപോലെ റസൂലുമായിട്ടുള്ള ഫോൺ സംഭാഷണം, ഇതെല്ലാം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൽ നിന്നും മനസ്സിലാക്കാൻ റസൂലുമായിട്ട് ഒരു തവണയല്ല 2 തവണയല്ല, ഇത് 3ാമത്തെ തവണയാണ് സജിന പ്രഗ്നൻ്റ് ആകുന്നത്. ആദ്യത്തെ കുട്ടീനെ ഇവർ കളഞ്ഞു, രണ്ടാമത്തേത് അബോർഷൻ ആയിപ്പോയി. ഇപ്പം 3 മാസത്തോളം ഗർഭിണിയായിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തയും കൂടെയാണ് വന്നത്. ഇപ്പം റസൂല് അയാൾ ഈ ഒരു ബന്ധം സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സജിന പോസ്റ്റുമായിട്ട് വന്നത്. പിന്നീട് എങ്ങനെയോ രണ്ടുപേരും കൂടെ സംസാരിച്ചു ഒത്തുതീർപ്പിലാക്കി. പിന്നെ അന്നേരം ഹാക്ക് ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് കേസുമായിട്ട് പോയി. അതിനുശേഷം ഫിറോസ് ഖാൻ DGPയുടെ അടുത്ത് പരാതി നൽകി. അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ സജിനയുടെ റസൂൽ പൂക്കുറ്റിയുടെ അവിഹിത കഥകളും ഫിറോസ് ഖാൻ്റെ ഈ ഒരു വീഡിയോകളും മാത്രമേ കാണാനുള്ളൂ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം ഏറ്റവും വലിയൊരു കണ്ടന്റാണ് ഈ റസൂലും സജിന തമ്മിലുള്ള ഈ ഒരു അവിഹിത കഥ. അതുപോലെ തന്നെ സജിനയുടെ പല അവിഹിതങ്ങളും പുറത്തേക്ക് വന്ന പലരുമായിട്ടും ഉള്ള ബന്ധങ്ങൾ. ഇതിൽ 2 കുട്ടികളുണ്ട്. ഇപ്പം 3ാമത്തെ കുട്ടിയും തയ്യാറായിട്ട് നിൽക്കുന്നു. ശരിക്കും ഒരു മോശപ്പെട്ട ഒരു ഹിസ്റ്ററി എന്ന് തന്നെ സജിനയെക്കുറിച്ച് പറയാം. ഇപ്പോൾ സജിനയും ഈ കാര്യത്തിൽ റസൂലിന് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കല്യാണപ്രായമായ മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് സമൂഹത്തിൽ ഓസ്കാർ ജേതാവും ഒക്കെയാണ്. അതുകൊണ്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അയാൾക്ക് അതുകൊണ്ട് ഈ ഒരു ബന്ധത്തിനോട് താല്പര്യമില്ല. ഒരു സ്റ്റെപ്പിനെയായിട്ട് കൊണ്ടുപോകാനായിരുന്നു പുള്ളിക്ക്, ഒരു സൈഡിൽ കൂടെ നടക്കാനായിരുന്നു താല്പര്യമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു ബന്ധത്തിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഈ ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഉള്ള നിലപാടിലാണ്. എന്തായാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് സജിനയുടെ ഒരു ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട്. സജിന 3 കോടി രൂപ ആവശ്യപ്പെടുന്നതും അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റിക്ക് പല ബന്ധങ്ങളുണ്ടായിരുന്നെന്നും അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് വരെയും മോശമായ രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഫോണിൽ വെച്ച് പല ചാറ്റുകളും വീഡിയോകളും സജിന കാണാനിടയായെന്നും ഇനി എന്തായാലും എത്രയും നാറി, അതുകൊണ്ട് 3 കോടി രൂപ തന്നാൽ മാത്രമേ ഒരു ഒത്തുതീർപ്പാക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള സജിനയുടെ ഫോൺ സംഭാഷണം പുറത്തേക്ക് വന്നിരിക്കുകയാണ്.
എന്തായാലും നമുക്ക് ആ ഒരു ഓഡിയോ സന്ദേശം നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകനെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കാണിച്ച എന്നെ ചെയ്തു വെച്ചേക്കുന്ന എന്താന്ന് കണ്ടോന്നേ. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും. ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാണ്. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്. ഇല്ലല്ല, എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ. ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ. അല്ലല്ല, അത് കുഴപ്പമില്ല. ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എന്നെ അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയം. ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഈ കേസിൽ എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത കേസിൽ ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നവർ പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് മെയിൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് സംസാരിച്ച് എന്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനകത്തൊരു ബാഡ്. അങ്ങനെ ഈ റസൂൽ പൂക്കുറ്റിക്കും ഒരു കുടുംബമുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്തോ അസുഖമൊക്കെ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മക്കളൊക്കെ പ്രായപൂർത്തിയായ മക്കളാണ്. അതൊന്നും ഓർക്കാതെയാണ് ഒരു സൈഡിൽ കൂടെ ഈ സെറ്റപ്പുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് കരുതിയത്. സജിനയാണെങ്കിൽ ഇതൊരു ഹോബിയായി മാറ്റിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ പല അവിഹിതത്തിന് പോയ ഒരു വ്യക്തിയാണ്. 2 മക്കളുണ്ടായിട്ടും പിന്നെയും മക്കൾ വേണമെന്നും പറഞ്ഞ് കണ്ടവരുടെ എല്ലാവരുടെയും പുറകെ പോയി അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുക, കുറച്ച് ദിവസം ചുറ്റിക്കറങ്ങുക, പിന്നെയും തിരിച്ചു വരിക. ഈ ഭർത്താവ് പിന്നെയും ഇവരോടുള്ള സ്നേഹം കൊണ്ട് പിന്നെയും വിളിച്ച് വീട്ടിൽ കയറ്റുക. ഇതൊക്കെ സ്ഥിരം കലാപരിപാടികളായിരുന്നു സജിനയുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ സജിനയ്ക്ക് നാണവും മാനവും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ ഈ ഒരു സജിനയുടെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് വീഡിയോ ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ റിയാക്ഷൻ ചെയ്തപ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തേക്ക് അതങ്ങ് കൊണ്ടു. അപ്പോൾ മക്കളുടെ ഭാവിയെക്കുറിച്ചായി മക്കൾ ഇതറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല ബ്ലോഗർമാർക്കും എതിരെ പരാതിയുമായിട്ട് CMന്റെ അടുത്ത് പോയി എന്നുവരെയുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഇവരെന്തിനാണ് പരാതിയായിട്ട് പോകുന്നത്? ആരും ഒരു റിയാക്ഷൻ ചാനലുകാരും ഇവരുടെ പുറകെ നടന്നോ, ഇവരുടെ വീട്ടിൽ ഒളിക്യാമറ വെച്ചോ, ഇവരെ പിന്നാലെ ചെയ്തോ, മീഡിയക്കാർ പോകുന്നവരെ ഇവരുടെ പുറകെ നടന്ന് ഇൻ്റർവ്യൂവിനോ കാര്യങ്ങൾക്കോ ഒന്നും പോയതല്ല. ഇവർ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇവർ ഓരോ കാര്യങ്ങളും പുറത്തേക്ക് ഇട്ടു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുറ്റങ്ങൾ, അവരവരുടെ കുറ്റങ്ങൾ ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പരസ്പരം പറഞ്ഞു തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് വന്നതാണ്, ഇവരുടെ വായിൽ നിന്ന് തന്നെ വീണതാണ് 4 വർഷത്തോളമായിട്ടുള്ള ബന്ധമാണ് റസൂലുമായിട്ടെന്ന്. അപ്പോൾ ഈ ഫിറോസ് എന്ന് പറഞ്ഞ മനുഷ്യനോടുമായിട്ടുള്ള ജീവിതത്തിൽ റസൂലും അല്ല ഈ സജിനയും ഈ ഫിറോസും തമ്മിലുള്ള ഒരു ജീവിതത്തിൽ തന്നെ അവർ തമ്മിലുള്ള ഒരു ബന്ധം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു ഈ റസൂലുമായിട്ടെന്നുള്ള കാര്യം അപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി. അത് സജിനയുടെ വായിൽ നിന്ന് തന്നെ വീണതാണ്. അപ്പോൾ അതൊക്കെ ആളുകളെടുത്ത് റിയാക്ഷൻ ചെയ്തു. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്ന ആ പോസ്റ്റ് 9 ആഴ്ച ഗർഭിണിയാണെന്നുള്ളൊരു ഇത്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടുള്ള പല അവിഹിത കഥകൾ, അതെല്ലാം ഓരോരുത്തർ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ അവസാനം അവരുടെ തലയിലേക്കായി കുറ്റവും. പക്ഷെ ഇവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടിട്ട് മറ്റുള്ളവരെ പഴിചാരേണ്ട കാര്യമില്ല. ഇവർ കാണിച്ച മോശപ്പെട്ട പ്രവൃത്തികളാണിത്. അവർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ്. അതാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ ആരും ഇവരുടെ പുറകെ നടന്ന ഈ ഓൺലൈൻ മീഡിയക്കാർ കാണിക്കുന്ന പോലെ പുറകെ നടന്ന് കാര്യങ്ങൾ ചിക്കിച്ചകഞ്ഞ് ചോദിച്ച് പെറുക്കി അത് വീഡിയോ എടുത്തിടുന്ന കാര്യങ്ങളല്ല. ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെയാണ് അത് വീഡിയോ ആയിട്ട് റിയാക്ഷൻ ആളുകൾ ചെയ്യുന്നത്.
എന്തു തന്നെയായാലും ഇത്രയും ഒരു മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുന്നില്ല. ഇത്രയും വിവാഹം കഴിച്ചു പല ഒളിച്ചോട്ടങ്ങൾ നടത്തി എന്നിട്ടും ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയാണ്. ഈ ഒരു ഗർഭം എന്ന് പറയുന്നത് റസൂലിൻ്റെ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ഒരിടയ്ക്ക് സജിനയുടെ പൂങ്കണ്ണീര് കണ്ടിട്ട് ഫിറോസ് ഖാനെ കുറ്റപ്പെടുത്തി. പക്ഷേ ആ മനുഷ്യന് സത്യത്തിൽ അദ്ദേഹം അയാളുടെ ഭാഗത്തും കുറ്റമുണ്ടെങ്കിലും ഇത്രത്തോളം നാറിയ കഥകൾ ഈ സജിനയെ അപേക്ഷിച്ച് കുറവാണെന്ന് തോന്നുന്നു. ഓരോ കാര്യങ്ങളും സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തെളിവുകൾ സഹിതമാണ്. ഓരോരുത്തരെയും എണ്ണി എണ്ണി അവരുടെ ഫോട്ടോ സഹിതം വീഡിയോ വരെയും ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സജിനയുടെ ആ മുഖം, ആ യഥാർത്ഥ മുഖം എന്താണെന്നും യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അത്രയും അധപ്പതിച്ച സ്ത്രീയായിട്ടാണ് ഇപ്പം എല്ലാവരും തന്നെ ഇവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.